സോ ഇതാണ് വിവോൻ്റെ വിവോ T1 Pro 5G, അതായത് വിവോ T1 5Gൻ്റെ പ്രോ വെർഷനാണ്. ഓൾറെഡി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കണ്ടതല്ലേ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ആ 2 കാരണങ്ങളും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. വിവോൻ്റെ വൈറ്റ് പാക്കേജിങ്ങിലാണ് ഫോൺ വരുന്നത്. ഫോൺ മാറ്റി വെക്കാം. സിലിക്കോൺ TPU കേസ്, 66 വാട്ടിൻ്റെ ചാർജർ, ആക്ച്വലി 80 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഫോൺ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. Type C ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. ഐക്കോ Z6 പ്രോയിൽ ഉണ്ടായിരുന്നത് പോലെ ഇവിടെയും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഫിനിഷ് ആണെങ്കിലും ആ ഒരു ഡിസൈനിങ് ഫാക്ടർ ആണെങ്കിലും ആ വലിയ ക്യാമറ മോഡ്യൂളും 2 വലിയ ക്യാമറ റിംഗ് എക്സാക്ട്ലി സെയിം ഡിസൈനിങ് കോൺസെപ്റ്റ് ഡിസൈനിങ് ഫാക്ടറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫിനിഷ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഐക്കോ Z6 പ്രോയിൽ 2 കളർ ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെയും 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഒരു കോമൺ ആണ് ബ്ലാക്ക് കളർ. സോ ഈ 3 കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ്. 182 ഗ്രാം ആണ് വെയിറ്റ്, 8.5 mm ആണ് തിക്നെസ്. സോ വെയിറ്റും തിക്നെസ്സും ഓക്കെയാണ്, നോ ഇഷ്യൂസ്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആണെങ്കിലും ആ ഒരു മാറ്റ് ഫിനിഷ് കാരണം ലേശം പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. 6.4 ഇഞ്ചിൻ്റെ 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ആമോലെഡ് പാനലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. സോ ഔട്ട്ഡോർ യൂസിന് വേണ്ടിയാണെങ്കിലും ഇൻഡോർ യൂസിന് വേണ്ടിയാണെങ്കിലും ഔട്ട്ഡോർ പോകുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും ഡിസ്പ്ലേ നല്ല ക്ലിയർ ആണ്, നോ പ്രോബ്ലം. ഡീപ്പ് ബ്ലാക്സ് ആണെങ്കിലും ആ ഒരു പഞ്ചി കളേഴ്സ് ആണെങ്കിലും എല്ലാം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു പഴഞ്ചൻ ലുക്കുള്ള വലിയ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡ്യൂ ഡ്രോപ്പ് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പഞ്ച് ക്യാമറ കൊടുക്കേണ്ടതായിരുന്നു, അതാണ് കുറച്ചും കൂടി മോഡേൺ ലുക്ക് തരുന്നത്. പക്ഷേ ഇതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്കിഷ്ടം പഞ്ച് ക്യാമറയാണ്. പക്ഷേ യൂട്യൂബിൽ 4K വീഡിയോ പ്ലേ ബാക്കിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. HDR വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ കഴിയും, കാരണം ഈ ഫോണിൽ HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിൽ ഈസിലി ഫുൾ HD 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈസിലി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാറുണ്ട്. മോണോ സ്പീക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ സാംസങ്ങിൻ്റെ M52ലും M53ലും ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് ആണ്. ഈവൻ OnePlusൻ്റെ OnePlus Nord CE2 5Gയിലും മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. എന്നാലും ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ള ഫോൺസും കൂടി ഉണ്ട്, അത് ഓർക്കണം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. അതേ രീതിയിൽ ഫേസ് അൺലോക്ക് ഇസ് ഓൾസോ വർക്കിംഗ്, നോ പ്രോബ്ലം. Z ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, സോ ദർ ഇസ് നോ ഹെഡ്ഫോൺ ജാക്ക്. അക്കാര്യം മനസ്സിലിരിക്കട്ടെ. നല്ലൊരു ചിപ്സെറ്റ് ആണ്, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാൾകോം ചിപ്സെറ്റ്സ് ആണ്. കഴിഞ്ഞ വർഷം ക്വാൾകോം ഇറക്കിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 700 സീരീസ് ചിപ്സെറ്റ് ആണ് 770H. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഡ്യുവൽ നാനോ സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 12 വരുന്നുണ്ട് വിത്ത് FunTouchOS 12. നല്ലതാണ്, രണ്ടും ലേറ്റസ്റ്റ് ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ് ടു 4GB എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസിൻ്റെ ഫീച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. ഹോം സെറ്റിംഗ്സിൽ പോയിട്ട് ടേൺ ഓഫ് ചെയ്താൽ മതി. ഓക്കെ, റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ബ്ലോട്ട് വേഴ്സും നല്ലോണം വരുന്നുണ്ട്. ഓക്കെ, അതും ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ BGMI കളിച്ച് നോക്കിയിരുന്നു. തീർച്ചയായിട്ടും സ്മൂത്ത് എക്സ്ട്രീം കിട്ടുന്നുണ്ട്. 60 FPS വളരെ സ്മൂത്ത്ലി കളിക്കാൻ പറ്റുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ അഡീഷണൽ ആയിട്ട് നല്ല സീരിയസ് വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് ഫീച്ചറും വരുന്നുണ്ട്. നോർമലി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 770H ചിപ്സെറ്റ് അങ്ങനെ ഹീറ്റ് ആവാറില്ല. എനിവേ എക്സ്ട്രാ കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് നൈസ്. ഈ ഫോണിലുള്ള Z ആക്സിസ് മോട്ടർ ഇവർ ഗെയിമിങ്ങിന് വേണ്ടി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. സോ വേണമെങ്കിൽ ആ ഒരു ഫീച്ചർ ടേൺ ഓൺ ചെയ്യാം. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SAR വാല്യൂ ഈസ് ഓൾസോ ഓക്കെ. 64 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെതാണ് മെയിൻ ക്യാമറ സെൻസർ. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് വരുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഐക്കോ Z6 പ്രോയിൽ കിട്ടിയ എക്സാക്ട്ലി സെയിം ക്യാമറ പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടിയത്. ഓക്കെ, സോ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്, നല്ല കളേഴ്സ് ആണ്. അതായത് ഓവർ ബൂസ്റ്റ് അല്ലെങ്കിൽ ഓവർ വൈബ്രൻസ്, ഓവർ സാച്ചുറേറ്റഡ് ഒന്നും ചെയ്യുന്നില്ല. നല്ലൊരു നാച്ചുറൽ ഫോട്ടോ ആണെങ്കിലും ഐ പ്ലീസിങ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നോർമൽ ഫോട്ടോസ് ആണെങ്കിലും നല്ലതാണ്. ഓവറോൾ നല്ലൊരു കളറിങ് കിട്ടുന്നുണ്ട്, കളേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അൾട്രാവൈഡിൻ്റെ പെർഫോമൻസ് ഡീസൻ്റ് ആയിട്ട് തോന്നി, അതായത് ഓക്കെ ആണ്. ചില ഫോട്ടോസിൽ അത്യാവശ്യം നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്, ചില ഫോട്ടോസിൽ നല്ല മങ്ങിയ സെറ്റപ്പാണ്. ആ ഒരു വാം ടോൺ, ഓവർ വാം ടോൺ ഒക്കെ കയറി വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ്
ആയതുകൊണ്ട് മെയിൻ ക്യാമറ ഫോട്ടോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള സോഫ്റ്റ്നെസ് നമുക്കിവിടെ ഫീൽ ആവുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ പെർഫോമൻസും നല്ലതാണ്. പണ്ടത്തെ ആ വിവോൻ്റെ ഒരു വെളുപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം വരുന്നില്ല. നല്ലൊരു നാച്ചുറൽ സ്കിൻ ടോൺ തന്നെയാണ് കിട്ടുന്നത്. ഈവൻ ഇൻ പോർട്രേറ്റ് ഫോട്ടോസും ആ ഒരു കളർ ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നൈറ്റ് മോഡിൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്, അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസ് കിട്ടുന്നില്ല, എന്നാൽ നല്ല മോശമല്ല, ഡീസൻറ്റ് ആവറേജ് നൈറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. റിയർ വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4K 30 FPS ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നല്ല വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ 4K 30 FPS സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്, അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള വീഡിയോ ആണ് വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ, റൈറ്റ് സൈഡിലുള്ള വീഡിയോ ആണ് വിത്ത് സ്റ്റെബിലൈസേഷൻ. സോ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് ഇസ് ഇംപ്രസീവ്. സെൽഫി ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും നല്ല ഐ പ്ലീസിങ് സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല, പക്ഷേ ഒരു ഫേസ് സ്റ്റെബിലൈസേഷൻ്റെ ഒരു മോഡുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്താൽ സോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 4700 mAh ആണ് ബാറ്ററി. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈസിലി 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നോ പ്രോബ്ലം വിത്ത് ബാറ്ററി ബാക്കപ്പ്. 1 മണിക്കൂറിനുള്ളിൽ, അതായത് അണ്ടർ 1 hour നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ ഫുൾ ചാർജ് ചെയ്യാം 0 to 100%. 6GB 128GB പ്രൈസാണ് 23,999 രൂപ. 8GB 128GB പ്രൈസാണ് 24,999 രൂപ. SBIൻ്റെ ക്രെഡിറ്റ് കാർഡിൽ 2500 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ആസ് ലോഞ്ച് ഓഫർ. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 21,499 രൂപ. സോ ഈ Vivo T1 Pro 5G എന്ന ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഫോണാണ്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല, സ്റ്റിൽ നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, നല്ല പവർഫുൾ ചിപ്സെറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ചാർജിങ്, പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല ആ ഒരു 2 കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു ആ iQOO C6 Pro ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണുക, അവിടെ എല്ലാം സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയായിരുന്നു, ഒന്നുകൂടെ എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാം ഒന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിവോൻ്റെ ഫോൺസ് മാത്രം നോക്കി വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, സെക്കൻഡ് ആണ് വിവോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പവർ വരുത്താൻ നോക്കിയിട്ടുണ്ട്. ആക്ച്വലി പവർ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. 25,000 താഴെയുള്ള പ്രൈസ് കാറ്റഗറിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ്, AMOLED ഡിസ്പ്ലേ ഉൾപ്പെടുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ വിവോ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോണാണെന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു പുതുമയുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വിവോ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഓഫ്ലൈൻ ബ്രാൻഡിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിട്ടും, അതായത് നോർമലി നമ്മൾ എന്താ പറയുന്നത്, ഓഫ്ലൈൻ ബ്രാൻഡിൽ അങ്ങനെ വാല്യൂ ഫോർ മണി ഒന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ എല്ലാം ലുക്സ് മാത്രമാണ്, പ്രൊസസ്സർ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്ന് മാറ്റാൻ നോക്കിയിട്ടുണ്ട്, മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് ഫോണാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ പറഞ്ഞില്ലേ, AMOLED പ്ലസ് പെർഫോമൻസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഓഫ്ലൈൻ മാർക്കറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് വിവോൻ്റെ Vivo T1 Pro 5G. ഓക്കെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.